ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയൊരു മെസ്സേജാണ് കേട്ടോ. ഇതൊരു സൈറ്റിൽ റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്തതാണ്. കണ്ടോ, മൊത്തത്തിൽ കുളമായി. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ പെയ്ത് മൊത്തം വെള്ളം കെട്ടി. അപ്പോൾ ഏകദേശം 7-8 പാക്കറ്റ് സിമെൻറ്റിൻ്റെ ചാന്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ വൻ നഷ്ടമാണ് ക്ലയൻറ്റിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും റൂഫ് പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്ത് ഒരു 2 ദിവസത്തെ വെയിൽ നോക്കണം. ഒരു ദിവസം വെയിലുണ്ട്, നമ്മൾ ചിലപ്പോൾ ചാന്ത് ചെയ്യാൻ പോകുന്ന ദിവസം ചിലപ്പോൾ നല്ല മഴയായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴാണ് മഴ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് തോന്നുമ്പോഴാണ് ഇപ്പോൾ മഴ വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യാനോ അങ്ങനെ വല്ലതും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. മാക്സിമം നമ്മൾ വർക്ക് ചെയ്തിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യണതിൻ്റെ 2 ദിവസം നോക്കണം, വെയിലുണ്ടോ ഇല്ലയോ നോക്കണം. ചെറിയൊരു മഴക്കോളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ടാർപ്പ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം ടാർപ്പ് ഇട്ടാലും ആ ഗ്രൗട്ട് മുഴുവനും പോകും, ചാന്ത് മൊത്തം കുളവും. പിന്നെ രണ്ടാമത് നമ്മൾ ചാന്തൊക്കെ ഇട്ട് ഗ്രൗട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ നമ്മളിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കും. വീണ്ടും സിമെൻ്റ് എടുക്കണം. അതുമല്ലാതെ റൂഫ് പ്ലാസ്റ്റർ ചെയ്യുന്നത് ഒരിക്കലും ഒരു വൃത്തി കാണില്ല, ഒരു ഫിനിഷിങ് കാണില്ല. പിന്നെ പല സ്ഥലങ്ങളിലും പൊള്ളൽ വരും. ഈ ഗ്രൗട്ടും വെള്ളമായിട്ടും വീഴുമ്പോൾ പൊള്ളും. നമ്മൾ എത്ര തേച്ചാലും അത് പൊള്ളുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടൽ വീഴും. അപ്പം മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ തന്നെ ഈ കാലാവസ്ഥ ഇതൊന്നും നോക്കാതെയാണ് പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എപ്പോഴും, അതായത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ചാന്തിട്ട് മൊത്തം ചെയ്ത് അവിടെ മുഴുവനും വെള്ളമായി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം വെയിലുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം. മഴയുള്ള സമയത്ത് നമ്മൾ റൂഫ് പ്ലാസ്റ്റർ ചെയ്യാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വൻ നഷ്ടമായിരിക്കും വരുന്നത്. ഒരിക്കലും അപ്പോൾ നിങ്ങളത് ചെയ്യരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.